ഇന്നേ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. ആ സമയത്ത് എനിക്ക് തോന്നി നിങ്ങളെ എൻ്റെ അംഗൻവാടിയും പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്. ഞാൻ നേരത്തെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് എൻ്റെ അംഗൻവാടി ഇരിക്കുന്നത്. കള്ളായി കുന്നെന്ന് പറയേ. അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ പുരോഗമനം ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾ ഒരു 26 വർഷം മുമ്പ് പിടിച്ച് വലിച്ചു കൊണ്ടുവച്ചൊരു സ്ഥാപനമാണിത്. പോപ്പുലേഷൻ കുറവായതുകൊണ്ട് തന്നെ ശരാശരി ഒരു 10 കുട്ടികൾ എന്നുള്ളത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഈ കുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു കൂട്ടായ്മയുണ്ട് ഇവിടെ. ജനങ്ങൾ തമ്മിൽ എന്തൊരു ആപത്ത് വന്നാലും, ആർക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കും. ഈ അംഗൻവാടി ഇരിക്കുന്നത് ഒരു പള്ളി വക സ്ഥലത്താണ് കേട്ടോ. പള്ളിക്കാർ സംഭാവന തന്ന സ്ഥലമാണിത്. ഇത് തൊട്ട് ചേർന്നിട്ട് അയൽക്കൂട്ടത്തിന് കെട്ടിടം. ഇതും പള്ളിക്കാർ തന്നെ തന്ന സ്ഥലം തന്നെയാണ്. ചുറ്റിനും നിറയെ പാറക്കെട്ടുകളാണ്. വലിയ അംഗൻവാടിയുടെ പുറകിലൊരു വലിയൊരു പാറയുണ്ട്. അതിൻ്റെ ഉള്ളിൽ മുകളിലായിട്ട് ഒരു പാറക്കുഴിയുണ്ട്. വറ്റാത്ത വെള്ളം ഉണ്ടെന്നാണ് പറയണത്. ആ പാറയുടെ മുകളിൽ നിന്ന് ഞാൻ കയറിയിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ പോകുന്നതേ നിങ്ങളെ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ പോകുന്നത് എൻ്റെ വീട്ടിലേക്കുള്ള വഴി, മരോട്ടുചാലിലേക്കുള്ള വഴി ആണ് കേട്ടോ. ഇത് പള്ളി വക സ്ഥലമായത് കാരണേ പരിസരത്തൊന്നും ഒരാൾ താമസവും ഇല്ല. ഏക്കർ കണക്കിന് പള്ളിക്കാരുടെ റബ്ബർ തോട്ടമാണ്. കണ്ടോ വലിയ മരങ്ങൾ. കാറ്റും മഴയും വരുന്ന സമയത്ത് ഞങ്ങളുടെ പേടി സ്വപ്നമാണ് ഇതൊക്കെ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം ഒരു കുരിശും തൊട്ടിയുണ്ട്. അത് ഒരു 10-75 വർഷം മുൻപ് ഇവിടെ ഒരു അച്ഛൻ തപസ്സിരുന്നിട്ടുണ്ടെന്ന് പറയണേ. ആ ഗുഹ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വേനൽക്കാലമല്ലേ, അത് കാരണം ചെടികളൊക്കെ അങ്ങനെ ഉണങ്ങിപ്പോയിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഗുഹ കാണാൻ പറ്റും. അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയാണ്. അതിൻ്റെ ഉള്ളിൽ വല്ല വന്ന് കിടക്കുന്നുണ്ടാവുക. കണ്ടോ ദൂരെ കാണുന്ന ആ കാണുന്നതാണ് ഗുഹ. കണ്ടോ കുറച്ച് കുട്ടികൾ ഗുഹ കാണാൻ വന്നിട്ട് ഞാൻ അവരുടെ കൂടെ സഹായത്തിനായിട്ട് പോയതാണ്. ഒരു പന്നി ഓടിച്ചെന്ന് പറഞ്ഞാൽ പന്നി പരിസരത്ത് കടന്ന് തൊട്ട് ചേർന്നിട്ട് കടന്ന് ഞങ്ങൾ കാണുന്നില്ല. അത് മുക്രയിട്ടുകൊണ്ട് ചാടി വന്നു ഞങ്ങളുടെ നേരെ. ഒരു കുട്ടിയുടെ കണ്ണടയൊക്കെ തെറിച്ച് പോയി വീണ്. ഭയങ്കര ഒരു സെക്കൻഡ് സമയം കൊണ്ട് അവിടെ എന്തൊക്കെയോ ഒക്കെ നടന്നു. പേടിച്ച് ഞങ്ങൾ പന്നി പേടിച്ചിട്ട് ഓടിയതാ. പക്ഷേ കുട്ടികളൊക്കെ തട്ടിയിട്ടിട്ട് ഓടി പന്നി. മക്കൾ നിൽക്കുന്നതിന് മുമ്പ് എനിക്ക് അംഗൻവാടിയിലെത്തണം. അവരെ കിടത്തി ഉറക്കിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ. ഈ കുന്നിൻ്റെ മുകളിൽ കിണർ വെള്ളം എന്ന് പറഞ്ഞത് വളരെ അപൂർവമാണ് കേട്ടോ. വളരെ കുറച്ച് വീട്ടുകാർക്ക് മാത്രമേ കിണർ വെള്ളമുള്ളൂ. ബാക്കി മുഴുവനും കുടിവെള്ള പദ്ധതികളാണ്. 2 പദ്ധതിയുണ്ട് നമ്മുടെ കുന്നത്ത്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഒരു പദ്ധതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ ചാല് കയറി വരുന്നു. ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നമ്മുടെ പഞ്ചായത്തിൽ തന്നെയാണ്. ഇന്നലെ അത് തുറന്നു കൊടുത്തിട്ടുണ്ട്. 28-ാം തീയതി, ഫെബ്രുവരി 28-ാം തീയതി അത് തുറന്നു കൊടുത്തു. കാണാൻ പോയിട്ടില്ല ഇതുവരെ. കുഞ്ഞുങ്ങളെ കൂട്ടി ഒരു ദിവസം ഇറങ്ങണം സുവോളജിക്കൽ പാർക്ക് കാണാൻ വേണ്ടി. ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് പറയുന്നത്. ബസ് സൗകര്യം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ. മക്കൾ എഴുന്നേറ്റിട്ടില്ല. 26 വർഷം മുമ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഒരു കെട്ടിടമാണിത്. 2 ബോർഡുണ്ട് കേട്ടോ. ഇത് പുതിയതാണ്. പഴയത് ആ ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് അടുത്തൊട്ട് ചേർന്നിട്ട് കാണാം. ഇത് ഒരു 3-4-5 വീട്ടുകാർ താമസിക്കുന്ന ഒരു ഭാഗത്തേക്കുള്ള വഴിയാണ്. വലിയ പാറക്കെട്ട്. ഇതിൻ്റെ മുകളിലാണ് ഞാൻ പറഞ്ഞ ഒരു കുഴി വെള്ളമുള്ളത്. അപ്പുറത്തൊരു വീട്ടുകാർ താമസിച്ചിരുന്നു. അവർ ഇതിൽ നിന്ന് ഓസിട്ട് വെള്ളം എടുത്തുകൊണ്ടിരുന്നു. ഇതാണ് നമ്മുടെ പിന്നാമ്പുറം. അപ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലട്ടെ കേട്ടോ. എൻ്റെ അംഗൻവാടി പരിസര പ്രദേശങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റും ലൈക്കും അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു. ഒരു കാര്യം പറയട്ടെ കേട്ടോ, ഞാൻ വിട്ടുപോയ കാര്യമാണ്. ആദ്യകാലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ നോട്ടമായിരുന്നു പ്രധാന ഒരു തൊഴിൽ, അംഗൻവാടി ടീച്ചർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ നമ്മളുടെ തലയിലേക്ക് ഒരുപാട് ഭാരങ്ങൾ, മറ്റു ജോലികൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും വളരെ മനോഹരമായ ഒരു ജോലിയാണ്.